നമസ്കാരം. നമുക്കൊരു കാര്യം ചെയ്താലോ? വലിയൊരു ആശയം ഒരു കുഞ്ഞു കഥയിലൂടെ അങ്ങ് മനസ്സിലാക്കാം. ഒരു സമ്പദ്വ്യവസ്ഥയുടെ ആ ഹൃദയമിടിപ്പ് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ടുപിടിക്കാം. അപ്പോ എങ്ങനെയാണ് ഒരു എക്കണോമി ശരിക്കും വർക്ക് ചെയ്യുന്നത്? ഇതൊരു വലിയ ചോദ്യം തന്നെയല്ലേ? ശരി, ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നമുക്കൊരു ചെറിയ വളരെ സിമ്പിളായൊരു ഗ്രാമത്തിലേക്കൊന്ന് പോയി നോക്കിയാലോ? ഓക്കേ, നമ്മൾ എത്തിയിരിക്കുന്നത് മാധവന്റെ ഗ്രാമത്തിലാണ്. ഒരു വലിയ സമ്പദ്വ്യവസ്ഥയെ മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നൊരു കൊച്ചു കണ്ണാടിയാണ്. ഒരു മിനിയേച്ചറാണ് ഈ ഗ്രാമം. അപ്പോ നമ്മുടെ കഥയിലെ ആദ്യത്തെ ആളെ പരിചയപ്പെടാം. ഇതാണ് മാധവൻ. ഒരു കർഷകനാണ്. സ്വന്തം പാടത്ത് നന്നായി അധ്വാനിച്ച് നെല്ല് വിളയിക്കുന്നു. അടുത്തതായിട്ട് ഇതാണ് രാഘവൻ. ഒരു ആശാരിയാണ്. മരം കൊണ്ട് നല്ല ഭംഗിയുള്ള കസേരകളൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് രാഘവൻ. പിന്നെ ഇതാണ് സൈനബ. ഗ്രാമത്തിന്റെ ഒത്ത നടുക്ക് ഒരു കട നടത്തുന്നുണ്ട്. ഈ 3 പേരാണ് നമ്മുടെ ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതൊരു സമ്പദ്വ്യവസ്ഥയും തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയോ? ആളുകൾ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്നും അവർക്ക് തിരിച്ച് മറ്റു ചില സാധനങ്ങൾ ആവശ്യമായി വരുന്നതിൽ നിന്നുമാണ്. അതായത് ഉൽപ്പാദനവും ആവശ്യങ്ങളും. ഇവിടെയാണ് കേട്ടോ കഥ രസാവുന്നത്. നോക്കൂ, മാധവൻ അരി ഉണ്ടാക്കുന്നു, പക്ഷെ പുള്ളിക്കാരന് ഇരിക്കാനൊരു കസേര വേണം. ഇനി രാഘവന്റെ കാര്യമെടുത്താലോ? ആള് കസേരയുണ്ടാക്കും, പക്ഷേ കഴിക്കാൻ അരി വേണം. കണ്ടോ ആ ഒരു ബന്ധം? എല്ലാവർക്കും അവരവരുടെ കയ്യിലില്ലാത്ത മറ്റൊരാളുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ വേണം. സത്യം പറഞ്ഞാൽ ഇതാണ് ഒരു എക്കണോമിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രശ്നം. അപ്പോൾ ഈ ആവശ്യങ്ങളുടെയും ഈ ഉൽപ്പാദനത്തിന്റെയും പ്രശ്നം എങ്ങനെ പരിഹരിക്കും? അതിനാണ് ഒരു വിപണി അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് വേണ്ടത്. നമ്മുടെ ഈ കഥയിൽ സൈനബയുടെ കടയാണ് ആ മാർക്കറ്റ്. ആളുകൾക്ക് അവരുടെ സാധനങ്ങൾ പരസ്പരം കൈമാറാൻ പറ്റുന്ന ഒരു സെൻട്രൽ പോയിന്റ്. ഇത് കാര്യങ്ങൾ എത്രമാത്രം എളുപ്പമാക്കുന്നുണ്ടെന്ന് നോക്കിക്കേ. ശരിക്കും പറഞ്ഞാൽ മാധവന് നേരിട്ട് രാഘവന് അരി കൊടുത്ത് പകരം കസേര വാങ്ങാമായിരുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ എളുപ്പമുള്ളൊരു വഴിയുണ്ട്. അതാണ് പണം. മാധവൻ എന്തു ചെയ്യും? തന്റെ അരി സൈനബയുടെ കടയിൽ കൊണ്ടുപോയി വിൽക്കും, പണം വാങ്ങും. എന്നിട്ട് ആ പണം കൊടുത്തൊരു കസേര വാങ്ങും. കണ്ടില്ലേ? പണം വന്നപ്പോൾ ഈ കൈമാറ്റം വളരെ സിമ്പിളായി. ഇനി ഈ പണം ഗ്രാമത്തിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കാൻ തുടങ്ങുമ്പോൾ ഒരു മാജിക് സംഭവിക്കും. ആ മാന്ത്രികത എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം അഥവാ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഒരു എക്കോണമിയിൽ സാധനങ്ങൾ ഉണ്ടാക്കുന്നവരുടെയും അത് വാങ്ങുന്നവരുടെയും ഇടയിൽ പണം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. നമുക്ക് ആ ഒഴുക്കൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. സ്റ്റെപ്പ് 1. മാധവന്റെ കയ്യിൽ പണമുണ്ട്. അതുപയോഗിച്ച് സൈനബയുടെ കടയിൽ നിന്ന് ഒരു കസേര വാങ്ങുന്നു. അപ്പോ പണം മാധവന്റെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോ എന്ത് സംഭവിച്ചു? ആ പണം സൈനബ വഴി കസേരയുണ്ടാക്കിയ രാഘവന്റെ കയ്യിലെത്തി. അതായത് രാഘവന്റെ വരുമാനമായി മാറി. കണ്ടോ? മാധവന്റെ ചിലവ്, രാഘവന്റെ വരുമാനം. ശരി, ഇനി രാഘവൻ എന്തു ചെയ്യും? പുള്ളിക്ക് വിശക്കുന്നുണ്ട്. ആ കിട്ടിയ പണവും കൊണ്ട് നേരെ പോയി മാധവൻ കൃഷി ചെയ്ത അരി വാങ്ങുന്നു. കണ്ടോ? പണം അതിന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാൾ ഒരു സാധനം വാങ്ങാൻ പണം ചെലവാക്കുമ്പോൾ ആ പണം മറ്റൊരാളുടെ വരുമാനമായി മാറുന്നു. ഇതുതന്നെയാണ് ആ ഗ്രാമത്തിലെ സമ്പദ്വ്യവസ്ഥയുടെ, അല്ല ഏതൊരു സമ്പദ്വ്യവസ്ഥയുടെയും ഹൃദയമിടിപ്പെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിമ്പിളായ പണത്തിന്റെ ഒഴുക്ക് എങ്ങനെയാണ് ആ ഗ്രാമത്തെ പതിയെ പതിയെ വലുതും കൂടുതൽ ശക്തവുമാക്കുന്നതെന്ന് നോക്കാം, അല്ലേ? ഈ വളർച്ചയുടെ പടവുകളൊന്ന് നോക്കിക്കേ. കച്ചവടം നടന്നപ്പോൾ സൈനബയ്ക്ക് ലാഭം കിട്ടി. ആ കിട്ടിയ ലാഭം വെച്ച് അവർ കട കുറച്ചുകൂടി വലുതാക്കി, അതായത് ഇൻവെസ്റ്റ് ചെയ്തു. കട വലുതായപ്പോൾ അവിടെ സഹായത്തിന് ഗ്രാമത്തിലെ ഒരു ചെറുപ്പക്കാരന് പുതിയൊരു ജോലി കിട്ടി. ശമ്പളം കിട്ടിത്തുടങ്ങിയപ്പോൾ അയാളും കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി. കണ്ടോ? അങ്ങനെ ആ ഗ്രാമത്തിലെ സമ്പദ്വ്യവസ്ഥ ഒന്നടങ്കം വളരുകയാണ്. ഈ വളർച്ചയിൽ നമ്മുടെ ഗവൺമെന്റിനും ഒരു പങ്കുണ്ട് കേട്ടോ. നമ്മുടെ കഥയിൽ ഗ്രാമത്തലവനാണ് ഗവൺമെന്റ്. എല്ലാവരും അവരുടെ വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ പങ്ക്, അതായത് നികുതി, ഈ ഗ്രാമത്തലവന് കൊടുക്കണം. എന്തിനാണ് ഈ നികുതിപ്പണം? അതുപയോഗിച്ച് ഗ്രാമത്തലവൻ വഴികളൊക്കെ നന്നാക്കും. രാത്രിയിൽ കച്ചവടം ചെയ്യാനും യാത്ര ചെയ്യാനുമൊക്കെയായി തെരുവു വിളക്കുകൾ സ്ഥാപിക്കും. നല്ല വഴികൾ വന്നാൽ കച്ചവടം എളുപ്പമാകും. വെളിച്ചം വന്നാൽ രാത്രിയിലും കടകൾ തുറക്കാം. അപ്പോ ഇതെല്ലാവർക്കും ഗുണമുള്ള കാര്യമല്ലേ? ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിസ്റ്റത്തിലെ ഓരോ കണ്ണിയും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു കണ്ണി പൊട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് കൂടി നമുക്ക് നോക്കാം. നമുക്ക് ഒരു സാഹചര്യം ഒന്ന് സങ്കല്പിച്ചു നോക്കാം. വേണ്ടത്ര മഴ കിട്ടാത്തതുകൊണ്ട് മാധവന്റെ കൃഷിയൊക്കെ നശിച്ചുപോയിന്ന് വയ്ക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ഒരു ചെയിൻ റിയാക്ഷൻ കണ്ടോ? മാധവന് വിൽക്കാൻ അരിയുമില്ല, കയ്യിൽ പണവുമില്ല. വരുമാനമില്ലാത്തതുകൊണ്ട് അയാൾക്ക് രാഘവന്റെ കസേര വാങ്ങാൻ പറ്റില്ല. അതോടെ രാഘവന്റെ വരുമാനവും കുറഞ്ഞു. ആളുകൾ സാധനങ്ങൾ വാങ്ങാതായപ്പോൾ സൈനബയുടെ കച്ചവടം കുത്തനെ ഇടിഞ്ഞു. കണ്ടോ?
ആ പണത്തിന്റെ ഒഴുക്ക്, ആ ചാക്രിക പ്രവാഹം ആകെ സ്ലോ ആയി. ഇതിനെയാണ് നമ്മൾ വളരെ ലളിതമായി സാമ്പത്തിക മാന്ദ്യം അഥവാ റിസഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പണം ഒരു സമ്പദ്വ്യവസ്ഥയിലൂടെ എങ്ങനെയാണ് ഒഴുകി നീങ്ങുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ? ഈ ഒഴുക്ക് വല്ലാതെ അങ്ങ് മെല്ലെയായാൽ പ്രശ്നമാണ്. എന്നാൽ ഇത് വല്ലാതെ വേഗത്തിലായാലോ? അപ്പോൾ എന്ത് സംഭവിക്കും? അതാണ് പണപ്പെരുപ്പം. അതിനെക്കുറിച്ച് അറിയാൻ താൽപ്പര്യമുണ്ടോ?